എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാളെയാണ് ഇന്ത്യ ഇംഗ്ലണ്ട് വേൾഡ് കപ്പിലെ സെമി ഫൈനൽ പോരാട്ടം. ഇപ്പോഴിതാ സെമിഫൈനലിന് മുന്നോടിയായി ഇന്ത്യ പ്രാക്ടീസ് മാച്ച് കളിച്ചിരിക്കുകയാണ്. ഇന്നത്തെ പ്രാക്ടീസ് മാച്ചിൽ ഇന്ത്യയ്ക്ക് വേണ്ടി തിളങ്ങിയത് സഞ്ജു, കോഹ്ലി എന്നിവരായിരുന്നു. സഞ്ജുവിന്റെ ഒരു വെടിക്കെട്ട് പ്രകടനമാണ് നമുക്കിന്ന് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഇന്ന് നടന്ന ഇൻട്രാ സ്ക്വാഡ് പ്രാക്ടീസ് മാച്ചിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വേൾഡ് കപ്പ് സെമി ഫൈനൽ പോരാട്ടം നാളെയാണ്. ഇംഗ്ലണ്ടും ഇന്ത്യയും തമ്മിലാണ് പോരാട്ടം. നാളെ രാത്രി 8 മണി മുതൽ ഗുയാനയിൽ വെച്ചാണ് ഈ ത്രില്ലർ പോരാട്ടം നടക്കുന്നത്. ഇന്ത്യൻ താരങ്ങളെല്ലാം മികച്ച ഫോമിലാണ് കളിക്കുന്നത്. പക്ഷേ ഓപ്പണിംഗിൽ കോഹ്ലിയുടെ ഫോമാണ് ഇന്ത്യക്ക് ഇപ്പോൾ തിരിച്ചടിയാകുന്നത്. അതിന് നാളെ ഒരു പരിഹാരം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. ഇപ്പോഴിതാ സെമിഫൈനൽ പോരാട്ടത്തിന് മുന്നോടിയായി ഇന്ത്യ പ്രാക്ടീസ് മാച്ച് കളിച്ചിരിക്കുകയാണ്. ഇന്നത്തെ പ്രാക്ടീസ് മാച്ചിൽ സഞ്ജുവിന്റെ വെടിക്കെട്ട് പ്രകടനമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. 37 പന്തിൽ സെഞ്ചുറി നേടിയാണ് സഞ്ജു ഇന്ന് BCCIക്ക് മറുപടി കൊടുത്തത്. സഞ്ജുവിന്റെ ഇന്നത്തെ വെടിക്കെട്ട് പ്രകടനത്തിൽ ഇംഗ്ലണ്ട് താരങ്ങളെല്ലാം ഇപ്പോൾ ഞെട്ടിയിരിക്കുകയാണ്. ഇതുവരെ സഞ്ജുവിന് ഇന്ത്യൻ ടീമിൽ അവസരം ഇല്ലായിരുന്നു. പക്ഷേ ഇന്നത്തെ പ്രാക്ടീസ് മാച്ചിലെ പ്രകടനം നാളെ സഞ്ജുവിനെ ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്താം എന്നത് ഉറപ്പിക്കുന്നതായിരുന്നു. ദുബക്ക് പകരം 4-ാം നമ്പറിൽ ആയിരിക്കും സഞ്ജു കളിക്കാൻ പോകുന്നത്. ഇന്നത്തെ സഞ്ജുവിന്റെ പ്രകടനം ഇംഗ്ലണ്ടിന് ഒരു മുന്നറിയിപ്പാണ്. നാളത്തെ മത്സരത്തിലും ഇന്ത്യയുടെ തുറുപ്പുചീട്ട് അത് സഞ്ജു തന്നെയാണ്. ഇന്ന് കോഹ്ലി 3-ാം നമ്പരിൽ ആയിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. ഓപ്പണിംഗിൽ രോഹിത്തും ജയ്സ്വാളും ആണ് ഇന്ന് ഇറങ്ങിയത്. അതോടെ മോശം ഫോമിലുള്ള ജഡേജയ്ക്കും തന്റെ സ്ഥാനം നഷ്ടമായി. 3-ാം നമ്പരിൽ ഇറങ്ങിയ കോഹ്ലിയും സഞ്ജുവും മികച്ച പാർട്ണർഷിപ്പ് പടുത്തുയർത്തി. അതുപോലെ ബൗളിംഗിൽ ബുംറ നമ്മളെ വീണ്ടും ഞെട്ടിച്ചു കളഞ്ഞു. നാളത്തെ മത്സരത്തിലും സഞ്ജു തകർത്തടിക്കും എന്നത് ഉറപ്പാണ്. ഇംഗ്ലണ്ട് നാളെ ഇന്ത്യക്ക് മുന്നിൽ ഒരു എതിരാളി പോലും അല്ലായിരിക്കും. കാരണം കഴിഞ്ഞ T20 ലോകകപ്പ് സെമിയിൽ ഇംഗ്ലണ്ട് ഇന്ത്യയെ പഞ്ഞിക്കിട്ടിരുന്നു. അതിന്റെ പ്രതികാരം വീട്ടാൻ ആയിരിക്കും രോഹിത്തും സംഘവും നാളെ ഇറങ്ങുന്നത്. പക്ഷേ ഇംഗ്ലണ്ട് ടീമിനെയും പേടിക്കേണ്ടിയിരിക്കുന്നു. മികച്ച താരങ്ങൾ അവർക്കുണ്ട്. അതുകൊണ്ട് ഇന്ത്യ നോക്കി കളിച്ചില്ലെങ്കിൽ പണി കിട്ടും എന്നത് ഉറപ്പാണ്. നാളെ ഇന്ത്യ രണ്ടും കൽപ്പിച്ചാകും കളത്തിൽ ഇറങ്ങാൻ പോകുന്നത്. ഇതുവരെ തോൽവി എന്തെന്നറിയാത്ത ഇന്ത്യ നാളെയും ജയിക്കും എന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ. നാളെ ഇംഗ്ലണ്ടിനെ പഞ്ഞിക്കിട്ടാൽ ഇന്ത്യക്ക് ഫൈനലിൽ എത്താം. അപ്പോൾ നാളെ സെമിയിൽ ഇന്ത്യ ജയിക്കുമോ ഇംഗ്ലണ്ട് ജയിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.